ജ്യോതിഷാലയത്തിൽ ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോതിഷന് വിജയം കൂട്ടു. രാഹു കേതുക്കളോട് രാശിമാറ്റം ഈ മാസം, അതായത് കുംഭമാസം, മലയാള മാസം കുംഭമാസം, അതേ സമയത്ത് ഇംഗ്ലീഷ് വർഷം മാർച്ച് മാസത്തിൽ മാറുന്നുണ്ട്. അതായത് ഇപ്പോൾ കർക്കിടക രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള രാഹു മിഥുനത്തിലേക്കും മകരൻ രാശിയിലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കേതു ധനുരാശിയിലേക്കുമാണ് രാശി മാറുന്നത്. 1194 കുംഭമാസം 22-ാം തീയതി ബുധനാഴ്ച ദിവസം 27 നാഴികയും അസ്തമയത്തിന് ശേഷം 27 നാഴികയും 17 വിനാഴികയും ചെല്ലുന്ന ഒരു സമയത്താണ് ഈ രാശി മാറ്റം സംഭവിക്കുന്നത്. അതായത് 2019 മാർച്ച് മാസം 7-ാം തീയതി ഏകദേശം അസ്തമയത്തിന് മുൻപ് ഏകദേശം ഒരു 5:30 ആണ് ഈ രാശി മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഈ രാശി മാറ്റത്തിൽ പൊതുവെ രാഹു കേതുക്കൾ ഗ്രഹങ്ങളിൽ പെട്ടവയാണെങ്കിലും നിഴൽ ഗ്രഹങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കി വരുന്നത്. ആ നിഴൽ ഗ്രഹങ്ങളായി കണക്കാക്കി വരുന്ന രാഹുകേതുക്കളുടെ രാശി മാറ്റം ഏകദേശം 1.5 വർഷം കൂടുന്ന സമയത്താണ് രാശി മാറുന്നത്. ആ രാശിമാറ്റത്തിൽ മറ്റുള്ള ഗ്രഹങ്ങളോടെ പോലെ ചാരവശാൽ ഉള്ള ഒരു സഞ്ചാരം പൊതുവെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ജാതകത്തിൽ അവരുടെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും വളരെ വ്യക്തമായി അനുഭവത്തിൽ എല്ലാവർക്കും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചാരവശാൽ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശ ഫലങ്ങൾ എങ്ങനെയെല്ലാം ഓരോ രാശിക്കാർക്കും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ അവിട്ടം ചതയം പോരോട്ടാതി എന്ന കുംഭക്കൂറുകാർക്കുള്ള രാഹുകേതുക്കളുടെ മാറ്റം നോക്കിയാൽ കുംഭക്കൂറുകാർക്ക് ഇതുവരെ 12-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കേതു 11-ലേക്കും 6-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള രാഹു 5-ലേക്കും വരുന്നതാണ്. ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ഫലം എന്ന് പറയാനില്ല. കാരണം എന്താ വെച്ചാൽ രാഹു 6-ൽ അനുകൂല സംബന്ധമായിട്ടുള്ള ഒരു സ്ഥിതിയിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അത് ത്രികോണസ്ഥാനമായ 5-ാം ഭാവത്തിലേക്ക് വരികയും കേതു 12-ലുള്ളത് 11-ൽ വരികയും ചെയ്യുന്ന കാരണം അതേ ഇപ്പോൾ ഏത് ലെവലിൽ ഉണ്ടായിരുന്നുവോ അതേ ഫലം തന്നെയാണ് ഇവർക്ക് തുടർന്നു കൊണ്ടുപോകാനുള്ള സാഹചര്യം കാണുന്നത്. പിന്നെ ദശാകാലങ്ങളിൽ ഓരോരോ ദശാകാലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 21 വയസ്സ് വരെയും രാഹുദശ അവിട്ട നക്ഷത്രക്കാർക്ക് തന്നെ ഉണ്ട്. അവർക്ക് വിദ്യാസംബന്ധമായിട്ടുള്ള പ്രയോജനവും മറ്റുകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ കേതുർദശ അവിട്ട നക്ഷത്രക്കാർക്ക് ഏകദേശം വാർദ്ധക്യ സമയത്തായിരിക്കും വരുന്നത്. അതായത് 18, 3, 21, 37, 40 അങ്ങനെ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. അപ്പൊ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള കാലഘട്ടത്തിൽ കേതുർദശ വരുമ്പോൾ ആ കേതുർദശയുടെ ചാരവശാൽ ചിന്തിക്കുമ്പോൾ 11-ാം ഭാവത്തിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു കുറച്ച് ആശ്വാസകരം തന്നെയാണ്. ചതയ നക്ഷത്രക്കാർക്കാണെങ്കിൽ ജനിക്കുന്ന സമയത്ത് തന്നെ രാഹുദശ തന്നെയാണ്. അതുപോലെ തന്നെ കേതുർദശ അവർക്ക് ഏകദേശം 55 വയസ്സ് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 58 വയസ്സ് കാലഘട്ടങ്ങളിലാണ് കേതുർദശ വരുന്നത്. ആ സമയത്തിൽ അവർക്ക് കേതുദശ മിക്കവാറും കേതുർദശ ജാതകങ്ങളിൽ ദോഷഫലമായിട്ടാണ് കാണുന്നത്. അപൂർവം ചില ജാതകങ്ങളിൽ മാത്രമേ സ്ഥിതി അനുകൂലമാണെങ്കിൽ കേതുർദശ ഉപകാരപ്രദിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ കേതുർദശയുടെ ഭാവങ്ങളിൽ ജാതകത്തിൽ നിൽക്കുന്ന ഭാവങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അവർക്കെല്ലാം അനുകൂല സ്ഥിതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൂരോരട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ രാഹുർദശ ഏറ്റവും വൈകിട്ടാണ് വരുന്നത്. അതേസമയത്ത് കേതുർദശ ഏകദേശം ഇവർ ജനിക്കുന്നത് തന്നെ വ്യാഴദശയിലായ കാരണം കൊണ്ട് 19, 27, 34, 44, 50, 45 വയസ്സ് ഏകദേശം ആകുന്ന സമയത്ത് ഇവർക്ക് കേതുർദശ അനുഭവത്തിൽ വരുന്നുണ്ട്. ആ കേതുർദശ അനുഭവത്തിൽ വരുന്നത് കാരണം കൊണ്ട് തന്നെ കേതുദശ അനിഷ്ട സ്ഥാനങ്ങളിലെല്ലാം നിൽക്കുകയാണെങ്കിൽ, അനിഷ്ട സ്ഥാനങ്ങൾ പറഞ്ഞാൽ 8-ാം ഭാവം, 12-ാം ഭാവം, അതുപോലെ തന്നെ 6-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതും വളരെ കുഴപ്പമില്ലാത്തൊരു സ്ഥാനം തന്നെയാണ്. പക്ഷെ 7-ാം ഭാവം അതുപോലെ തന്നെ 8-ാം ഭാവം അങ്ങനെയുള്ള സ്ഥാനങ്ങളിലും 2-ാം ഭാവത്തിലും അങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊക്കെ ദോഷകരമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്കത് അനുകൂലപരമായിട്ട് വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
അപ്പോൾ ഇവർക്ക് പരിഹാരമായി ചെയ്യാണ്ടാവുന്ന സർപ്പ പ്രീതിയും ഗണപതിക്ക് പ്രീതിയും ചെയ്ത് ഗണപതി ഹോമങ്ങളും അതുപോലെ തന്നെ നാഗ ദൈവങ്ങൾക്ക് ധർമ്മദൈവങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബക്ഷേത്രങ്ങളിൽ നാഗ പ്രതിബിംബവും അല്ലാത്തവർ ചിത്രകൂടം നാഗങ്ങളും അല്ലെങ്കിൽ സർപ്പങ്ങളും പ്രതിഷ്ഠ ആചാരിച്ചു വരുന്ന ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ അവർക്ക് 1000 നാൾ തോറും പ്രീതി വെട്ടുന്നത് മൂലം കൊണ്ട് അവർക്ക് രാഹുർദശയും ഇപ്പോഴുള്ള രാഹുർദശയുടെ 5ാം ഭാവത്ത് നിൽക്കുന്ന രാഹുർദശയുടെ ദോഷക്കുറവും എല്ലാം വരുന്നതായി കാണുന്നുണ്ട്. ഇപ്പൊ ഇവർക്ക് ഈ പ്രത്യേകപരമായിട്ടുള്ള ആയില്യ പൂജ എന്നിവ ധർമ്മദൈവങ്ങൾ കുടുംബത്തിൽ ഇല്ലാത്തവർക്ക് ആയില്യ പൂജ നാഗക്ഷേത്ര സംബന്ധമായിട്ടുള്ള പ്രധാന നാഗക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം ചെയ്തു വരുന്നത് വളരെ ഗുണപരമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ കേതുക്കളുടെ രാശിമാറ്റം ഒരു പ്രത്യേക വിവർത്തനമായിട്ടുള്ള ഒരു ചിന്താഗതിയിലാണ് ഇങ്ങോട്ട് പറയുന്നത്. അപ്പോൾ ആ ചിന്താഗതി വെച്ച് തന്നെയാണ് കുറെ കാര്യങ്ങൾ ഇതിൽ പറയാനും പറ്റുന്നത്. അപ്പോൾ ഇവർക്ക് പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നുവോ അതേ ഒരു ഫീലിംഗ് ആയിരിക്കും ഇപ്പോഴും വരുന്നത്.